ഇതിപ്പോൾ കൊറിയർ വന്നതാട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനം കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുൾ പ്ലാൻഡ് ആണ് കേട്ടോ, വീഡിയോ എടുക്കാനും അൺബോക്സ് ചെയ്യാനും എല്ലാം ചെയ്യുകയാണ്. സംഭവം വേറൊന്നുമില്ല, ഒരു ഓവനാണ് കേട്ടോ. ഇത് EMIയിലാണ് എടുത്തത്. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് കിട്ടിയെങ്കിലും ഞാൻ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അൺബോക്സ് ചെയ്യാൻ, കുട്ടികൾ വരട്ടെ എന്ന് വിചാരിച്ച്. കാരണം അൺബോക്സ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടം അവർക്കാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വൈകുന്നേരം അപ്പോൾ വന്നപ്പോൾ തന്നെ ദാ മോൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു. അവനാണെങ്കിലോ തല തിരിഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതങ്ങനെ കസേരയുടെ മുകളിലൊക്കെ കയറി നിന്ന് ആർഭാടമായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തല തിരിച്ചു വെച്ചാണ് കട്ട് ചെയ്തതെന്ന്. ആ ടൈമിലാണ് കേട്ടോ മനസ്സിലായത്. അല്ലെങ്കിലും എന്തെങ്കിലും കൊറിയർ വരുവാണെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിച്ച് എടുക്കാനുള്ള വ്യഗ്രതയാണല്ലോ. അതിൻ്റെ ആ ഒരു സമയത്ത് തല തിരിഞ്ഞിട്ടാണോ നേരെയാണോ അതൊന്നും മൈൻഡാക്കിയൊന്നുമില്ല. പെട്ടെന്ന് അത് പൊട്ടിക്കുക, കാണുക, ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് മോൻ തന്നെ ചെയ്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഹസ്ബൻഡ് നേരെയൊക്കെ ആക്കി കൊടുത്തു. പിന്നെ നേരത്തെ പോലെ തന്നെ വീണ്ടും അവൻ കട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാ പുറത്തെടുത്തപ്പോഴാണ് ആ 3 പിൻ പവർ പ്ലഗ് ഉണ്ടല്ലോ, അതിലൊരു പെന്നത് പൊട്ടിയാണ് വന്നിരിക്കുന്നത്. ഇളകിയോ ലൂസായിട്ടോ അല്ല വന്നിരിക്കുന്നത്, പൊട്ടി വന്നിരിക്കുവാണ്. എനിക്ക് ആകെ പിന്നെ മൂഡ് ഓഫ് ആയിട്ടോ. കാരണം ഒരുപാട് പ്രതീക്ഷിച്ച് നമ്മൾ ആ ഒരു ഇതിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. റിട്ടേൺ ചെയ്യണം, ഇനി അടുത്ത പ്രൊസീജിയർ എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അത് ട്രേയുടെ കുറച്ച് കളറും ഇളകിയിട്ടുണ്ട്. ഇതാണ് ഓൺലൈനിൽ വാങ്ങിച്ചാലുള്ള ബുദ്ധിമുട്ട് കേട്ടോ. പക്ഷേ എന്തായാലും അവരുടെ ആ ഒരു സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പം അവർ ആളെ അപ്പം തന്നെ അയച്ചു കേട്ടോ. 24 hours ആളെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസമാണ് വന്നത് ആൾ. പക്ഷെ വന്നിട്ട് ആ ഒരു കേബിളൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ അവർ കൊണ്ടുവന്ന പുതിയ കേബിൾ അതിലോട്ട് കണക്ട് ചെയ്തൊക്കെ തന്നു. പക്ഷേ സംഭവം കേബിൾ മാറ്റാണ്ട് ആ ഒരു പിന്ന് പോയതിൻ്റെ ഒരു സംഭവമാണെങ്കിലും ഈ ഒരു ബോഡി മൊത്തം അഴിക്കേണ്ടി വന്നു കേട്ടോ. സ്ക്രൂ വെച്ചൊക്കെ ഒരു 3 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി. അതെല്ലാം അഴിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ കണക്ട് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. മോൻ്റെ അടുത്ത് എല്ലാം നോക്കി പഠിച്ചോളാൻ പറഞ്ഞു. അവനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കൂടെ തന്നെ നിന്നിട്ട് ഒരു ഹെൽപ്പറെ പോലെ നല്ല പോലെ സഹായിച്ചു നിന്നിട്ട്. അപ്പോൾ വന്ന ആളും പറഞ്ഞു കേട്ടോ, മോനുണ്ടായിരുന്നുകൊണ്ട് ഹെൽപ്പറിൻ്റെ ആവശ്യം വന്നില്ല, അതുകൊണ്ട് കുറേ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ നിന്നതെല്ലാം ഓരോന്നൊക്കെ എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അവസാനം ആ ബോഡി മാറ്റിയതിന് ശേഷം എന്താ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടോ? അത് ടൈമർ അല്ലേ മേലത്തത്? ടെമ്പറേച്ചർ. ഇത് ഓൺ ആണെങ്കിൽ നമ്മൾ ബോഡിയിലും ടച്ച് ചെയ്യാൻ പാടില്ല. ആണല്ലേ? ചൂടാവും. ഇങ്ങനെ സൗണ്ട് ഉണ്ടാവോ? അപ്പോൾ അത് ഓണാക്കിയപ്പം ഈ ഒരു സൗണ്ട് വരുന്നുണ്ട്, ഫാനിൻ്റെ സൗണ്ടാണ്. അപ്പോൾ വന്ന ആൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആ ബോഡി വെക്കാത്തതുകൊണ്ട് വെയിറ്റ് വരാത്തതുകൊണ്ടാണ് സൗണ്ട് എന്നാണ് കേട്ടോ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫാനിൻ്റെ ആവശ്യമുണ്ട്. ചൂട് മൊത്തത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് ഫിറ്റിങ്സ് ആയില്ല. കറക്റ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ കുറേത്തുള്ളൂ. വെയിറ്റ് ഇല്ലല്ലോ, അങ്ങനെ കിടന്നാൽ കറക്റ്റ് വെയിറ്റ് ആകത്തുള്ളൂ. ഇല്ല. സാധാരണ സൗണ്ട് ഇങ്ങനെ കേൾക്കാറില്ല. അല്ല, നമ്മൾ ഇത് ഫിറ്റിംഗ് ആയില്ല കറക്റ്റ്. ഹീറ്റ് ചെയ്യണം, ആദ്യം ഹീറ്റ് ചെയ്യണം. ഇത് ഗ്രില്ല് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒട്ടിരിക്കാതെ മതി. മറ്റേ നമ്മൾ ഗ്രിൽ ചിക്കൻ വെക്കത്തില്ല, ചിക്കൻ കറക്കത്തില്ല. നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഓട്ടോമാറ്റിക് ഓഫ് ആവും. തൊടരുത്, ഒന്നും തുടങ്ങ കേട്ടോ. അത്ര ചൂടില്ല, ചെറിയ ചൂട് കേട്ടോ.
ഞാനാണെങ്കിലോ ഇത് വെക്കാനായിട്ട് സ്ഥലം ഇല്ലാഞ്ഞിട്ട് പോലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലം ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഒരു കൗണ്ടർ ടോപ്പിലെ ഗ്ലാസ്സുകളും അതെല്ലാം എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞതാണ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതൊന്നും വാങ്ങിക്കേണ്ടതെന്ന്. പക്ഷേ ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളല്ലേ, അത് നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ബോഡി വെച്ചാൽ സൗണ്ട് പോകുമെന്നാണ് കേട്ടോ പറയുന്നത്. ഇനിയിപ്പോൾ അതിന് ശേഷം ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു. ആ ഒരു കവറിങ് എല്ലാം കൊടുത്തു, എല്ലാം സെറ്റ് ചെയ്തു. അതിന് ശേഷവും ചെറുതായിട്ടൊരു സൗണ്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചെറുതൊന്നുമല്ല, പണ്ടത്തെ അത്ര വലുതല്ലെന്നുള്ളൂ. ഫാൻ യൂസ് ചെയ്താൽ ഇത്രയും സൗണ്ട് വരുമോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു സൗണ്ടിൻ്റെ വീഡിയോ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ട്രേയും മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. കാരണം ആ വീഡിയോ കമ്പനിയിലേക്ക് ഫോർവേഡ് ചെയ്തതിന് ശേഷം അവരാണ് പിന്നെ ആ ഒരു ട്രേ ഒക്കെ ആണെങ്കിലും അയച്ചു തരുന്നതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വെയിറ്റിങ്ങിലാണ്. ഇനി എന്താവും എന്ന് എനിക്കറിയില്ല. 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കിയും കണ്ടൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.